നമ്മളെ ടൂറിന് കൊണ്ടുപോയി നമ്മുടെ ഇത് പൈസ വാങ്ങിച്ച് എവിടെങ്കിലും സ്ഥലത്തെ കൊണ്ട് കറക്കിയിട്ടെങ്കിൽ പോലും എല്ലാവരും ചെയ്ത്. ഞങ്ങൾ യാത്രാന്റെയുടെ കൂടെ 12 ദിവസത്തെ യാത്രയിലാണ് യൂറോപ്പിലേക്ക്. ഞങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട് പാരീസിൽ വന്നിറങ്ങി. പിന്നീട് ബെൽജിയം, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഞങ്ങൾ സ്വിറ്റ്സർലൻഡ്, കഴിഞ്ഞ് നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് ഇപ്പോൾ ഇവിടെ ആൽപ്സ് പർവ്വതനിരകളിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും കാശ്മീരിൽ പോകാത്ത ഒരാളായതുകൊണ്ട് മൗണ്ട് ഇറ്റ്ലിസ് എന്നെ വളരെയധികം ആകർഷിച്ചു. അതിന്റെ ആകാശ ദൃശ്യങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് എനിക്ക് നൽകിയത്. പിന്നെ സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യം മുഴുവനും പ്രകൃതി രമണീയമായ അങ്ങേയറ്റം കാഴ്ചകൾ കണ്ടാലും മടുക്കാത്ത അനുഭവമാണ് നൽകിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വിറ്റ്സർലൻഡ് തന്നെയായിരുന്നു. ഈഫൽ ടവറും വിസൈല ചരിഞ്ഞ ഗോപുരവും ഒക്കെ ചിത്രങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്ന അനുഭവം വളരെ വ്യത്യസ്തമായി തോന്നി. യാത്ര ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്ന, അവരുടെ പേര് പോലെ തന്നെ യാത്ര ആനന്ദമാക്കുക എന്നുള്ളത് നടപ്പാക്കുന്ന ഒരു ടീമാണെന്ന് മനസ്സിലായി. സ്ഥലം കാണുക എന്നുള്ള, സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ഉപരി അവിടുത്തെ പ്രധാനപ്പെട്ടതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അത്യാവശ്യം എല്ലാം വിശദമായിട്ട് കാണുന്ന ഒരു ടീമായി യാത്രാനന്ദ മാറി എന്നുള്ളതാണ്. നമ്മളെ ടൂറിന് കൊണ്ടുപോയി നമ്മുടെ ഇത് പൈസ വാങ്ങിച്ച് എവിടെങ്കിലും സ്ഥലത്തെ കൊണ്ട് കറക്കിയിട്ടെങ്കിൽ പോലും എല്ലാവരും ചെയ്ത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴും നല്ല യാത്ര പ്രദാനം ചെയ്യുന്ന ഒരു ടീം ആയതുകൊണ്ടാണ് ഞാൻ യാത്രാന്റെ തിരഞ്ഞെടുത്തത്.